കഴിഞ്ഞ ആഴ്ച അച്ഛന്മാരുടെ ധ്യാനമായിരുന്നു. അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വിൻസെൻഷ്യൻ സഭയുടെ പ്രൊവിൻഷ്യാൾ ഫാദർ ജിൽസനാണ് അച്ഛന്മാരെ ധ്യാനിപ്പിച്ചത്. ധ്യാനം കഴിഞ്ഞ് ഇന്നലെ നമ്മുടെ മെൽബൺ രൂപതയുടെ കത്തീഡ്രൽ പള്ളിയുടെ കൂദാശയായിരുന്നു, പള്ളി കൂദാശ. നമ്മളിപ്പം പള്ളി കൂദാശ കാലത്തിലാണ്. പള്ളി കൂദാശയുമായിട്ട് ഈ പള്ളി കൂദാശയ്ക്ക് ഒരു സിമിലാരിറ്റി ഉണ്ട്. പള്ളി കൂദാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡിക്കേഷൻ ഓഫ് ദ ചേർച്ച് എന്നാണ് അതിൻ്റെ മീനിങ്. ഡെഡിക്കേഷൻ ഓഫ് ദ ചേർച്ച്. അപ്പോൾ ഇന്നലെ ഡെഡിക്കേഷൻ ഓഫ് ദ കത്തീഡ്രലാണ്, ഡെഡിക്കേഷൻ ഓഫ് ദ ചേർച്ചായിരുന്നു. അപ്പോൾ ഡെഡിക്കേഷൻ പള്ളിക്കൂദാശയുടെ സങ്കല്പം എന്ന് പറയുന്നത് ഈശോ രണ്ടാമത് വരുമ്പോൾ when Jesus comes for the second time, he will make holy the church and dedicate it to Father. പിതാവായ ദൈവത്തിന് നിർമ്മല മണവാട്ടിയായി സഭയെ ഈശോ രണ്ടാമത് വരുമ്പോൾ കാഴ്ചവെക്കും. ഒരു സിമിലാരിറ്റി ഇന്നലത്തെ ഇവൻറ്റിൽ എനിക്ക് തോന്നി. നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു ഡെഡിക്കേഷന് വേണ്ടി മാത്രം വന്നു. തലേ ദിവസം വന്നു, ഡെഡിക്കേഷൻ നടത്തി അതേ അന്ന് തന്നെ തിരിച്ചുപോയി. അപ്പോൾ ഈശോയുടെ സെക്കൻഡ് കമ്മിങ് പോലെ മേജർ ആർച്ച് ബിഷപ്പ് വന്നു, ഒരു പള്ളിയെ പിതാവായ ദൈവത്തിന് കാഴ്ചവെച്ചു, സയൻറ്റിഫൈഡ് ആൻഡ് കോൺസെക്രേറ്റഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഈ ലോകത്തിൽ ഈശോയെ വിശ്വസിച്ച് ജീവിച്ച് കടന്നു പോകുന്നവർക്കെല്ലാം സംഭവിക്കുമെന്നാണ് ഈ ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ ഇന്ന് അതിൻ്റെ ഏറ്റവും കൾമിനേറ്റിംഗ് പോയിൻ്റാണ് ക്രൈസ്റ്റ് ദ കിങ്ങിൻ്റെ ഫീസ്റ്റ് ദിവസം. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഇന്നത്തെ വായനകളുടെ എല്ലാം കോമൺ ലിങ്ക് എന്ന് പറയുന്നത് കിങ് എന്നുള്ള വാക്കാണ്. ഫസ്റ്റ് റീഡിങ്ങിൽ നമ്മൾ മെൽക്കിസദേക്ക് എന്ന് പറയുന്ന കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. അബ്രാഹാം മെൽക്കിസദേക്ക് എന്ന് പറയുന്ന രാജാവിനെ കണ്ടുമുട്ടുന്നത്. സെക്കൻഡ് റീഡിങ്ങിൽ ദ ഫസ്റ്റ് കിങ് ഓഫ് ഇസ്രായേൽ സൗളിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. തേർഡ് റീഡിങ്ങിൽ നമ്മൾ ബുക്ക് ഓഫ് റെവലേഷനകത്ത് നിന്ന് ഈശോ അന്ത്യവിധിയാളനായിട്ട് വരികയും അവനെ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ് എന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്ന സമയത്തെക്കുറിച്ച്. സുവിശേഷത്തിൽ പീലാത്തോസ് ഈശോയോട് ചോദിക്കുകയാണ്, ആർ യു എ കിങ്? അപ്പോൾ ഈശോ പറയാണ്, നീ അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എൻ്റെ രാജ്യം ഈ ലോകത്തിലല്ല, അത് ഈ ലോകത്തിന് ഉപരിയായ രാജ്യമാണ്. അപ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ ദാറ്റ് ഗോഡ് ഈസ് അവർ കിങ്? എന്നാണ് ദൈവം നമ്മുടെ രാജാവാണെന്ന് പറയുമ്പോൾ അർത്ഥം. ഒന്നാമത്തെ ചോദ്യം, ദൈവത്തെ നമ്മുടെ രാജാവാണെന്ന് ഡു യു ബിലീവ് ഗോഡ് ഈസ് അവർ കിങ്? ഒരു സംശയമുണ്ട് അല്ലേ? ഈ ഫീസ്റ്റ് വന്നിട്ട് ജസ്റ്റ് 100 years ആയിട്ടുള്ളൂ. 1925 ഫീസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് ദ കിങ് വന്നിരിക്കുന്നത്. പക്ഷേ ദൈവം നമ്മുടെ രാജാവാണെന്ന് നമ്മുടെ ഒരു വളരെ വിദൂരമായ ഒരു കോൺസെപ്റ്റിലെങ്കിലും ഉണ്ടാവുമോ? കാരണം നമ്മൾ രാജാക്കന്മാരില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ രാജാവെന്ന് പ്രൊഫസ് ചെയ്യുന്ന മൊമെൻറ്റ് നമ്മുടെ കുർബാനയിലുണ്ട്. നമ്മുടെ കുർബാനയിൽ നമ്മളെല്ലാവരും ഉറക്കെ ദൈവത്തെ രാജാവേ എന്ന് വിളിക്കുന്നു. ഇപ്പോഴത് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, അത് പറഞ്ഞു കഴിയുമ്പം ദൈവത്തിൻ്റെ ജനം എന്നാ പാടും? പാടി വയ്ക്കേ. പൂർവപിതാവ രാജാവേ, ദൈവത്തെ രാജാവേ എന്ന് നമ്മളെല്ലാ കുർബാനയും ദൈവത്തെ രാജാവേ എന്ന് വിളിക്കുന്നുണ്ട്. അവർ ഫാദർ എന്നുള്ള പ്രയറിൽ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുർബാനയിൽ നമ്മൾ ഈശോയെ രാജാവേ എന്ന് വിളിക്കുന്നുണ്ട്. വി കോൾ ജീസസ് ഓൾസോ കിങ്. എവിടെയാണെന്നറിയാവോ? നമ്മുടെ ഒന്നായി ഉച്ച സ്ഥലമില്ലേ, അതിനകത്ത് അവസാനം കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗ രാജാവായി. Jesus was the king, Jesus is the king, and Jesus is the king for the years to come. എല്ലാ കാലത്തേക്കുമുള്ള രാജാവാണ് ഈശോ എന്ന് നമ്മൾ പ്രൊഫസ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കൾമിനേറ്റിംഗ് മൊമെൻ്റാണ് ഇന്നത്തെ ഫീസ്റ്റ്. അപ്പോൾ ദൈവം നമ്മുടെ രാജാവാണെന്ന് പറയുമ്പം എന്താണ് അർത്ഥം? ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും സെറ്റാവണം, അതൊരു മീനിങ്. രണ്ട്, ദൈവത്തിൻ്റെ കൺട്രോളിലാണ്. എവറിത്തിങ് ഹാപ്പൻസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗോഡ്. ദൈവം രാജാവാണെങ്കിൽ ദൈവത്തിൻ്റെ കൺട്രോളിലാണ് എല്ലാം നടക്കുന്നത്. അതാണ് ഫസ്റ്റ് മീനിങ്. ദൈവം രാജാവാണെന്ന് പറയുമ്പോൾ. ഞാൻ ഇന്നലെ ഈ പള്ളി വെച്ചിരിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് പോരുവാണ്. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് നമ്മുടെ ഇച്ചിരി ഉറക്കക്ഷീണമുണ്ട്. രാത്രി 2 മണിയായി വന്നപ്പം. അപ്പോൾ ഇങ്ങ് വരുന്ന വഴിക്ക് നമ്മുടെ ഫ്രാൻസിസ് അച്ഛൻ എന്നെ വിളിച്ചു, ജനറലച്ഛൻ. അച്ഛൻ ഇവിടെ എത്തി. ഞങ്ങൾ കുറച്ച് ദൂരം കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ അച്ഛൻ വിളിച്ച്? നമ്മൾ കണ്ടതാണല്ലോ. അച്ഛനോട് പറഞ്ഞു, ഫ്രാൻസിസ് അച്ഛൻ നമ്മുടെ ജനറൽ അച്ഛൻ, അച്ഛനോടൊരു ഗുഡ് ന്യൂസ് പറയാനാണ് വിളിച്ചത്.
എന്താണ് ഗുഡ് ന്യൂസ്? അച്ഛൻ പറഞ്ഞു, നമ്മുടെ പരമാറ്റ ഡയസിൽ നിന്ന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിഗ്നിറ്ററി ഇന്നലെ ഈ നമ്മുടെ കത്തീഡ്രൽ ബ്ലെസ്സിങ്ങിനുണ്ടായിരുന്നു. അപ്പോൾ അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം അച്ഛനോട് ചോദിച്ചു, നമ്മുടെ പരമറ്റയുടെ പള്ളിയുടെ കാര്യം എന്തായിരുന്നു? അപ്പോൾ അച്ഛൻ പരമറ്റയുള്ള ആൾ നമ്മുടെ ജനറൽ അച്ഛനോട് പറഞ്ഞു, അത് ഉടനെ നന്നായി വരും, അതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചേക്കുന്ന പള്ളിയാണത്, നിങ്ങളതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഇന്നലെ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആ ഗുഡ് ന്യൂസ് കേട്ടപ്പോൾ അതിൻ്റെ ആ ഇമ്പാക്റ്റിൽ അത് ഷെയർ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, അല്ലേ? നമ്മളെന്തെങ്കിലും ഇതിനോട് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഈ കുർബാന കഴിയുമ്പോൾ ഒരു ചെറിയ പ്രാർത്ഥന ചെല്ലുന്നല്ലാതെ ഈ പള്ളിക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ബട്ട് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ആൻഡ് ഗോഡ് ഈസ് ഡൂയിങ് ഹിസ് വർക്ക്സ്. ദൈവത്തിന് എല്ലാത്തിൻ്റെയും മേലൊരു നിയന്ത്രണമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിധേയത്വത്തോടെ നിന്ന് പ്രാർത്ഥിച്ച് കാത്തിരുന്നാൽ മതി. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കാത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് കൂടുതലൊരു ഇൻസ്പിറേഷനാണ് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ ആ സമയം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേഗം വരാനും വേണ്ടി നമുക്ക് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവത്തിന് കൺട്രോളുണ്ട് എന്നുള്ളതാണ് ദൈവത്തെ രാജാവേ എന്ന് വിളിക്കുമ്പോൾ അർത്ഥമാക്കുന്നത്. അത് നല്ല കാര്യമാണേലും ചീത്ത കാര്യമാണേലും ദൈവത്തിന് നമ്മുടെ ലൈഫിൻ്റെ മേൽ ഈ വളരെ സുശക്തമായ നിയന്ത്രണമുണ്ട്. ദൈവം നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യുന്നല്ല അർത്ഥം, ദൈവത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നാണ് അർത്ഥം.